നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. പിണറായിയുടെ വീട്ടിൽ മണിക്കൂറുകൾ അരിച്ചുപെറുക്കി ഒന്നും കിട്ടാതെ നാണം കെട്ട് മടങ്ങി ഇഡി വേട്ടയിൽ ഡൽഹിയിൽ പ്രതിഷേധം. MA ബേബിയെ വലിച്ചിടിച്ച് പോലീസ്. തളർത്തിക്കളയാമെന്ന് വിചാരിക്കേണ്ട, മുഷ്ടി ചുരുട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് പിണറായി. സീതാരാമയ്യ നാളെ രാജിവച്ചേക്കും. കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് DK ശിവകുമാർ. ചോദ്യം ചോദിച്ചത് 5 തവണ. ED റെയ്ഡിൽ മറുപടി പറയാതെ മുഖ്യമന്ത്രി. പോലീസിന് ഒരു വിവരം ഉണ്ടായില്ലെന്ന് ആഭ്യന്തരമന്ത്രി. വീഴ്ചയിലുണ്ടായില്ലെന്നും ന്യായീകരണം. ട്രെയിനിൽ വിൽക്കാനുള്ള ഭക്ഷണത്തിന് മുകളിൽ കാലുവെച്ച് കച്ചവടക്കാരൻ. വീഡിയോ വൈറൽ. കേരളത്തിൽ നാളെ ബലിപെരുന്നാൾ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. പിണറായിയുടെ വീട്ടിൽ മണിക്കൂറുകൾ അരിച്ചുപെറുക്കി ഒന്നും കിട്ടാതെ നാണം കെട്ട് മടങ്ങി ED. രാഷ്ട്രീയ പകപോക്കലിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ കുടുക്കാമെന്ന ഗൂഢ ലക്ഷ്യത്തോടെ വേട്ടയ്ക്കിറങ്ങിയ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒടുവിൽ നാണം കെട്ട് മടങ്ങി. മണിക്കൂറുകൾ നീണ്ട പരിശോധനകളിൽ അരിച്ചുപെറുക്കിയിട്ടും പിണറായിക്കെതിരായ ഒരു തെളിവുകളും EDക്ക് ലഭിച്ചില്ല. പിണറായി വിജയന്റെ കണ്ണൂർ പിണറായിയിലെ വീട്ടിലും തിരുവനന്തപുരത്തും ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും ഏതാണ്ട് ഒരേ സമയത്താണ് ED സംഘം എത്തിയത്. പിണറായിയിൽ റെയ്ഡ് നടത്തിയവർ ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി ഒപ്പിട്ട് നൽകി. രാവിലെ 8:30 തുടങ്ങിയ പരിശോധന 1:30 വരെ തുടർന്നു. വീട്ടിലെ രേഖകൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ, സാമ്പത്തിക ഇടപാട് വിവരങ്ങൾ എന്നിവ കണ്ട് കൃത്യത ഉറപ്പുവരുത്തി. പരിശോധനാ വിവരം പുറത്തു വന്നതോടെ നാട്ടുകാരും CPM പ്രവർത്തകരും ഇവിടേക്ക് ഒഴുകിയെത്തി. വസതിക്കു മുന്നിൽ റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളി തുടർന്നു. പരിശോധനയിൽ ഒരു രേഖയും ലഭിച്ചില്ലെന്ന രേഖ ED അസിസ്റ്റന്റ് ഡയറക്ടർ പ്രശാന്ത് സൗബാരി ഒപ്പിട്ടു നൽകി. പരിശോധന സമാധാനപരമായിരുന്നുവെന്നും കുറിപ്പിലുണ്ട്. മുഹമ്മദ് റിയാസ് MLAയുടെ വസതിയിൽ പ്രായമായ ഉമ്മയെയും ഉപ്പയെയും 7 മണിക്കൂറോളം ബന്ദികളാക്കി നടത്തിയ പരിശോധനയിലും ഒന്നും കണ്ടെത്താതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ മടങ്ങി. കോട്ടുളിയിലെ ഗ്രേസിൽ രാവിലെ 7:10 തുടങ്ങിയ പരിശോധന പകൽ 2 വരെ നീണ്ടു. ഒരു രേഖയും കണ്ടെടുക്കാനായില്ലെന്ന് ED രേഖാമൂലം വ്യക്തമാക്കി. ED അസിസ്റ്റന്റ് ഡയറക്ടർ ധർമ്മേന്ദ്ര ചൗഹാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. സംഭവം അറിഞ്ഞ് രാവിലെ മുതൽ കോട്ടുളിയിലെ വീടിന് മുന്നിൽ നൂറുകണക്കിന് CPM പ്രവർത്തകരെത്തി. കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർ EDയുടെ പരിശോധന കഴിഞ്ഞപ്പോൾ ശേഷമാണ് മടങ്ങിയത്. തിരുവനന്തപുരത്ത് റെയ്ഡ് നടത്തിയ സംഘം എല്ലാം വാതിൽ വലിച്ചിട്ട് പരിശോധിച്ച് എടുത്തുകൊണ്ടുപോയത് ബാങ്ക് പാസ്ബുക്കും മറ്റുമാണ്. അവ പരിശോധിച്ചു വരുന്നു എന്ന കുറിപ്പും ED പുറത്തുവിട്ടിട്ടുണ്ട്. CMRL, എക്സാലോജിക് തുടങ്ങിയ സ്ഥാപനങ്ങളിലും വീടുകളിലുമായി 10 ഇടങ്ങളിൽ പരിശോധന നടത്തിയതാണ് ED അറിയിപ്പ്. വീണ മുൻ മുഖ്യമന്ത്രിയായ അച്ഛൻ പിണറായി വിജയനൊപ്പം തിരുവനന്തപുരത്ത് താമസിക്കുന്നതായി രഹസ്യവിവരം ലഭിച്ചതായും കുറിപ്പിലുണ്ട്. പോലീസിന് ഒരു വിവരവും ഉണ്ടായില്ലെന്ന് ആഭ്യന്തരമന്ത്രി. വീഴ്ചയുണ്ടായില്ലെന്നും ന്യായീകരണം. CPM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ താമസ സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടക്കുന്നത് സംബന്ധിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസിനെയോ ആഭ്യന്തര വകുപ്പിനെയോ മുൻകൂട്ടി അറിയിക്കാതെയാണ് ഉദ്യോഗസ്ഥർ എത്തിയതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പരിശോധന ആരംഭിച്ച ശേഷം ആളുകൾ തളിച്ചുകൂടുന്നു കണ്ട് പോലീസ് സ്വമേധയാ എത്തുകയായിരുന്നു. പരിശോധന കഴിഞ്ഞിട്ടും പോലീസിന് വിവരം അറിയിച്ചില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് സംഘർഷമുണ്ടായതിൽ പോലീസിന് വീഴ്ചയുണ്ടായില്ലെന്നും ആഭ്യന്തര മന്ത്രി ന്യായീകരിച്ചു. അക്രമത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ നടപടി ഉണ്ടാകും. നിയമം കൈയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ED വേട്ടയിൽ ഡൽഹിയിൽ പ്രതിഷേധം. MA ബേബിയെ വലിച്ചിഴച്ച് പോലീസ്. CPM പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ പകപോക്കൽ നടപടിക്കെതിരെ ഡൽഹിയിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ പോലീസ് അതിക്രമം. ഡൽഹിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് CPM പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയെ പോലീസ് ക്രൂരമായി കയ്യേറ്റം ചെയ്യുകയും വലിച്ചിഴച്ച് വാഹനത്തിൽ കയറ്റുകയും ചെയ്തു. പോളിറ്റ് ബ്യൂറോ അംഗം വിജു കൃഷ്ണനെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നു. BB അംഗം വിജു കൃഷ്ണൻ അടക്കമുള്ള നേതാക്കളെയും നിരവധി പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വനിതാ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് നീക്കി. രാഷ്ട്രീയ പകപോക്കലിനെതിരെയുള്ള ജനാധിപത്യപരമായ പ്രതിഷേധത്തെ പോലീസ് ബലം പ്രയോഗിച്ച് അടിച്ചമർത്തുകയായിരുന്നു. നേരത്തെ ED ആസ്ഥാനത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരുന്നു. പ്രവർത്തകരെ തടയാൻ വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരുന്നു. തളർത്തിക്കളയാമെന്ന് വിചാരിക്കേണ്ട, മുഷ്ടി ചുരുട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് പിണറായി. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിച്ച് BJP നടത്തുന്ന രാഷ്ട്രീയ വേട്ട കൊണ്ട് തന്നെയും CPM-നെയും
തറത്തിക്കളയാമെന്ന് വിചാരിക്കേണ്ടെന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ. തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാവിലെ മുതൽ ആരംഭിച്ച പരിശോധന പൂർത്തിയാക്കി മടങ്ങിയ ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇഡിയുടെ രാഷ്ട്രീയ പകപോക്കലിനെതിരെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ച CPM പ്രവർത്തകരെ മുഷ്ടി ചുരുട്ടി പിണറായി അഭിവാദ്യം ചെയ്തു. ഇത്തരമൊരു പരിശോധന നടത്തണമെന്ന് ഇഡി ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായെന്ന് പിണറായി മാധ്യമങ്ങളോട് പറഞ്ഞു. മുകളിൽ നിന്നും ലഭിച്ച നിർദ്ദേശമനുസരിച്ചാണ് ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്നത്. പരിശോധന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർക്ക് മനസ്സംതൃപ്തി നൽകുന്നുണ്ടെന്നും എന്തുകൊണ്ട് തന്റെ വീട് ഇഡി റെയ്ഡ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധി നേരത്തെ ചോദിച്ചത്. പ്രതിപക്ഷ പാർട്ടിയുടെ പ്രവർത്തകർക്കു നേരെ കരുതിക്കൂട്ടിയുള്ള നടപടികളാണ് BJP സർക്കാർ നടപ്പാക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യമെമ്പാടും ഉയർന്നിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്തവർക്ക് നേരെ കടന്നാക്രമണങ്ങൾ തുടരട്ടെ എന്നതാണ് കോൺഗ്രസിന്റെ നിലപാടെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം നടപടികൾ കൊണ്ടും തളർത്തിക്കളയാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. പാർട്ടി ശത്രുക്കൾ തന്നെ കൊത്തിവലിക്കാൻ ഒരുങ്ങിയ എല്ലാ ഘട്ടത്തിലും പാർട്ടി സഖാക്കളുടെയും പാർട്ടിന്റെയും നാടിന്റെയും അകമഴിഞ്ഞ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ആ പിന്തുണയ്ക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ലെന്നാണ് ഇന്നും തെളിയിച്ചത്. ഇത് വെല്ലുവിളിയെയും നേരിടാൻ ഒന്നിച്ചിറങ്ങുമെന്നും പിണറായി പറഞ്ഞു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം വാഹന നിയന്ത്രണം നാളെ മുതൽ. വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് പാൽച്ചുരം ബോയ്സ് ടൗൺ ചുരം റോഡിൽ ബാലവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി കേളകം പോലീസ് അറിയിച്ചു. നെയ്യാട്ടം നടക്കുന്ന നാളെ മുതൽ ജൂൺ 24 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബാലവാഹനങ്ങൾ നെടുമ്പോയിൽ പെരിയ ചുരം റോഡിലൂടെ പോകണമെന്നാണ് നിർദ്ദേശം. വയനാട്ടിൽ നിന്നും പാൽച്ചുരം വഴി കൊട്ടൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ തിരികെ നെടുമ്പോയിൽ പെരിയ ചുരം വഴി പോകണമെന്നും പോലീസ് അറിയിച്ചു. ഉത്സവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വൻ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ കന്നഡ സംസ്കാരം അറിയുന്നവരടക്കം 600 പോലീസ് സേനാംഗങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം വിശേഷ ദിവസങ്ങൾ 28 വ്യാഴാഴ്ച നെയ്യാട്ടം, മെയ് 29 വെള്ളിയാഴ്ച ഭണ്ഡാരം എഴുന്നള്ളത്ത്, ജൂൺ 5 വെള്ളി തിരുവോണം ആരാധന, ജൂൺ 7 ഞായറാഴ്ച ഇളനീർ വെപ്പ്, ജൂൺ 8 തിങ്കളാഴ്ച ഇളനീരാട്ടം അഷ്ടമിര ആരാധന, ജൂൺ 10 ബുധനാഴ്ച ഭഗവതി രേവതി ആരാധന, ജൂൺ 14 ഞായറാഴ്ച രോഹിണി ആരാധന, ജൂൺ 16 ചൊവ്വ തിരുവാതിര ചതുഷ്ട്രം, ജൂൺ 17 ബുധൻ പുണർദം ചതുസ്സതം, ജൂൺ 19 വെള്ളി ആയില്യം ചതുസ്സതം, ജൂൺ 20 ശനി മകം കലം വരവ്, ജൂൺ 23 ചൊവ്വ അത്തം ചതുസ്സവം വാളാട്ടം കലശപൂജ, ജൂൺ 24 ബുധൻ തൃക്കരാശാട്ടം. മെയ് 30 അർദ്ധരാത്രി ഭണ്ഡാരം അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പും ജൂൺ 20 മകം നാൾ ഉച്ച ശിവരിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ലെന്ന് കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ബൈജു സ്ഥാപകൻ ബൈജു രവീന്ദ്രനെ 6 മാസം തടവ് ശിക്ഷ വിധിച്ച് സിംഗപ്പൂർ കോടതി. സിംഗപ്പൂർ കോടതിയുടെ ഉത്തരവുകൾ രവീന്ദ്രൻ ആവർത്തിച്ച് ലംഘിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. 2024 ഏപ്രിൽ മുതലുള്ള സ്വത്തുമായി ബന്ധപ്പെട്ട നിരവധി കോടതി ഉത്തരവുകളാണ് അദ്ദേഹം ലംഘിച്ചതായാണ് ബ്ലൂംബർഗ് റിപ്പോർട്ടിൽ പറയുന്നത്. അധികൃതർ മുന്നിൽ കീഴടങ്ങാനും 90,000 സിംഗപ്പൂർ ഡോളറിന് ഏകദേശം 70,500 US$ തുല്യമായ നിയമപരമായ ചെലവുകൾ അടയ്ക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഒരു അനുബന്ധ കമ്പനിയിലെ ഓഹരികൾ കൈവശം വച്ചിരുന്ന BR ഇൻവെസ്റ്റ്കോ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നിയമപരമായ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കാനും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകം തന്നെ വിവിധ രാജ്യങ്ങളിലെ വിദേശ നിക്ഷേപകർ ബൈജുവിനെതിരെ നിയമപരമായി നീങ്ങിയിട്ടുണ്ട്. ബൈജു രവീന്ദ്രൻ നിലവിൽ എവിടെയാണെന്ന് വ്യക്തമല്ല. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും ലഭ്യമായില്ലെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. മേപ്പുറി ഇല്ലാത്തവന് എന്തു തീപ്പൊരി, അതാള് വേറെയാണ് KT ജലീൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് പിന്തുണയുമായി KT ജലീൽ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പിണറായിക്ക് പിന്തുണ അറിയിച്ചത്. കേരള നിയമസഭയിൽ തന്റെ ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈ കൈകൾ ശുദ്ധമാണ്, ആരെയും ഭയപ്പെടേണ്ടതില്ലെന്ന് യാതൊരു സങ്കോചവുമില്ലാതെ പ്രഖ്യാപിച്ച പിണറായി വിജയന്റെ ദേഹത്ത് സ്പർശിക്കാൻ കേന്ദ്ര കേരള സർക്കാരുകളുടെ സംവിധാനങ്ങൾ അടപടലം ഇറങ്ങി വന്നാലും നടക്കില്ല. അതാള് വേറെയാണ്. പിണറായി അരുതാതൊന്നും ചെയ്യില്ലെന്ന് അദ്ദേഹത്തെ അടുത്ത് മനസ്സിലാക്കിയവർക്കെല്ലാം ഉറപ്പാണെന്നും ജലീൽ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. പാർട്ടി ഓഫീസ് വളഞ്ഞു പോലീസ്, വെല്ലുവിളികൾ നേതാക്കൾ. ഇഡിയുടെ വാഹനം തകർത്ത കേസിൽ 4 പേർ അറസ്റ്റിൽ. തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇഡി റെയ്ഡിന് പിന്നാലെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ 4 പേർ അറസ്റ്റിൽ. മനോജ് ജീവൻ, ശ്രീജിത്ത്, ഷാഹിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇഡി വാഹനം
ആക്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. ആക്രമണം നടത്തിയ മറ്റുള്ളവർക്കായി തിരച്ചിൽ തുടരുമെന്നും പ്രതികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനം തകർത്ത സംഭവത്തിലെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനുള്ള പോലീസിന്റെ ശ്രമം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ നിന്നും മടങ്ങിയ ഇഡിയുടെ വാഹനങ്ങൾക്ക് നേരെ കല്ലേറും അക്രമവും നടത്തിയ SFI DYFI പ്രവർത്തകർ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കയറിയതോടെ പോലീസ് ഓഫീസ് വളയുകയായിരുന്നു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചവരെ പിടികൂടാനായി ഓഫീസിന് മുന്നിൽ വലിയ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചത്. ഏതു നിമിഷവും പോലീസ് അകത്തു കയറി അറസ്റ്റ് നടത്തിയേക്കുമെന്ന സൂചനയെ തുടർന്ന് കണ്ണീർ വാതകം ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളുമായി സായുധ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പാളയത്തെ പാർട്ടി ഓഫീസിനുള്ളിൽ പോലീസ് കയറാൻ അനുവദിക്കില്ലെന്ന് CPM നേതാക്കൾ നിലപാടെടുത്തു. വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, ജോൺ ബ്രിട്ടാസ് MP, ആനവൂർ നാഗപ്പൻ, സമ്പത്ത്, ബിനീഷ് കോടിയേരി തുടങ്ങിയ നേതാക്കൾ പാളയം ഓഫീസിൽ മുന്നിലുണ്ടായിരുന്നു. പാർട്ടി ഓഫീസിൽ പോലീസ് കയറിയില്ല. കയറണമെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ സാധിക്കൂ എന്ന് വി ശിവൻകുട്ടി പോലീസിനോട് പറഞ്ഞു. പുറത്തുവന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. DCPയും മ്യൂസിയം SHO അടങ്ങുന്ന പോലീസ് സംഘം നേതാക്കൾക്ക് ഈ ദൃശ്യങ്ങൾ ഫോണിൽ കാണിച്ചു കൊടുക്കുകയും ഇതിൽ ഉൾപ്പെട്ടവരെ വിട്ടുനൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. SFI സംസ്ഥാന സെക്രട്ടറി PS സജീവയുമായി പോലീസ് ഇക്കാര്യം സംഘർഷം വഷളായതോടെ വി ശിവൻകുട്ടി സംസ്ഥാന പോലീസ് മേധാവിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. പ്രതികളെ തരാമെന്നും അവരെ പിടിച്ചുവെക്കില്ലെന്നും, എന്നാൽ പോലീസ് പാർട്ടി ഓഫീസിനകത്ത് കയറാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം DGP അറിയിച്ചു. എന്നാൽ അക്രമം നടത്തിയ പ്രവർത്തകരെ ഉടൻ കസ്റ്റഡിയിൽ എടുത്തെടുക്കണമെന്ന നിലപാടിൽ പോലീസ് ഉറച്ചുനിന്നതോടെ സംഘർഷം ശക്തമായി. ഒടുവിൽ ഏറെ നേരം നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ പ്രതികളെ ഹാജരാക്കാമെന്ന CPM നേതാക്കൾ ഉറപ്പു നൽകിയതോടെയാണ് പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്നും പോലീസ് പിന്മാറിയത്. ADGP H വെങ്കിടേഷ് സ്ഥലത്തെത്തി CPM നേതാക്കളുമായി ചർച്ച നടത്തി. സീതാരാമയ്യ നാളെ രാജിവെച്ചേക്കും. കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് TK ശിവകുമാർ. കർണാടക മുഖ്യമന്ത്രി സീതാരാമയ്യ നാളെ രാജിവെക്കുമെന്ന് സൂചന. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ ഗവർണർ താവർ ചന്ദ് ഗെഹ്ലോട്ടുമായി കൂടിക്കാഴ്ച നടത്താൻ അദ്ദേഹം സമയം തേടി. ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം രാജി സമർപ്പിക്കുമെന്നാണ് സൂചന. DK ശിവകുമാറിനെ കർണാടക മുഖ്യമന്ത്രിയായി വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് വിവരം. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സീതാരാമയ്യ സ്ഥാനമൊഴിയാൻ തയ്യാറായത്. രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുമ്പോൾ താൻ രാജിവെക്കുമെന്ന് തുടക്കം മുതലേ പറഞ്ഞിരുന്നതാണെന്നും ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട സ്ഥിതിക്ക് താൻ ഒഴിയുമെന്നും സീതാരാമയ്യ തന്റെ അടുത്ത സഹപ്രവർത്തകരോട് വ്യക്തമാക്കിയതാണ് വിവരം. അടുത്ത മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി തിരഞ്ഞെടുക്കുന്നതിനായി വെള്ളിയാഴ്ച കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ചേരാനും സാധ്യതയുണ്ട്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലുണ്ടാക്കിയ അധികാര പങ്കിടൽ കരാർ പ്രകാരമാണ് ഈ മാറ്റം. നേതാക്കളും 2.5 വർഷം വീതം മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടണമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെ, G പരമേശ്വര തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ പേരുകൾ ചർച്ചകളിൽ വന്നെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ പിന്തുണയുള്ള ശിവകുമാറിന് മുൻഗണന ലഭിക്കുകയായിരുന്നു. അതേസമയം ഹൈക്കമാൻഡ് തന്നെ മാറ്റാൻ നിർദ്ദേശിക്കില്ലെന്ന് സീതാരാമയ്യ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ഒടുവിൽ പാർട്ടി നിർദ്ദേശത്തിന് വഴങ്ങുകയായിരുന്നു സീതാരാമയ്യയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർത്താനാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. ഇതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റും പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങളും നൽകിയേക്കും. EDയുടെ നാടകം സതീശനും മോദിയും തമ്മിലുള്ള ധാരണയുടെ ഫലം തോമസ് ഐസക്. EDയുടെ നാടകം ആർക്ക് വേണ്ടിയാണെന്ന ചോദ്യവുമായി CPM സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് ഐസക്. കേരളത്തിൽ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവ്, കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ബന്ദിയാക്കി നിർത്തി ED നടത്തിയ ഈ നാടകം ആർക്ക് വേണ്ടിയിട്ടാണെന്നും പിണറായി വിജയൻ ഏതെങ്കിലും കേസിൽ പ്രതിയാണോ എന്നും അദ്ദേഹം ചോദിച്ചു. കണ്ണൂരിലും തിരുവനന്തപുരത്തും പിണറായി വിജയന്റെ വീടുകളിൽ മണിക്കൂറുകളോളം റെയ്ഡ് നടത്തിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. EDക്ക് അധികാരം കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു കേസിനകത്ത് പ്രതിയായ ഒരാളെ ബന്ദിയാക്കി നിർത്തിയാണോ ഈ നാടകം അരങ്ങേറുന്നത്? ഇതൊരു ബിസിനസ് സർവീസ് ഡീലിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള നികുതി അടച്ചുകൊണ്ട് വാങ്ങിയ രൂപയുടെ കാര്യമാണ്. അതിനകത്ത് രേഖയുള്ള ഏക ട്രാൻസാക്ഷൻ വീണ തൈക്കണ്ടിന്റെ പേരിലാണോ എന്ന് ആരും മറക്കരുത്. മറിച്ച് രേഖയില്ലാതെ കൈമാറിയിട്ടുള്ള പണം കൈമാറ്റി എന്ന് അംഗീകരിച്ച ആളാണ് ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, കേരളത്തിലെ വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി എന്നിവർ. ആ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പണം, ആ പണം കള്ളപ്പണമാണ് എന്ന് ആക്ഷേപമായിരിക്കല്ലോ EDക്ക് ഉണ്ടാവുക.
അങ്ങനെയാണെങ്കിൽ ആ പണം കൈപ്പറ്റി എന്ന് അഡ്മിറ്റ് ചെയ്ത രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ചെറുവിരൽ കൊണ്ട് പോലും ഒന്ന് ചൂണ്ടാത ED ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാതെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ബന്ദിയാക്കി നടത്തുന്ന ഈ നാടകം സതീശനും മോഡിയും തമ്മിലുള്ള ധാരണയുടെ ഫലമാണ് എന്ന് മനസ്സിലാകാത്ത ആരാണ് ഈ നാട്ടിലുള്ളത്? ഇതിനെതിരെ കേരളം നാളിതുവരെ കാണാത്ത പ്രതിഷേധം ഉയർത്തണമെന്നും തോമസ് ഐസക് പറഞ്ഞു. പിണറായി വിജയൻ ഈ ട്രാൻസാക്ഷനിൽ ഏതെങ്കിലും ഘട്ടത്തിൽ എവിടെയെങ്കിലും വന്നിട്ടുള്ളതാണോ? മറിച്ച് ആ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി എന്നിവർ ഏത് ലെജിറ്റിമേറ്റ് വഴിയിലൂടെയാണ് വാങ്ങിയത്? അവരാണല്ലോ ഈ കേരളത്തിൽ ഇപ്പോൾ ഭരണാധികാരം കൈയാളുന്നവർ. അപ്പോൾ പിണറായി വിജയനെ ബന്ദിയാക്കി നടത്തുന്ന ഈ നാടകത്തിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം കേരളത്തിൽ ഉയർന്നു വരും. കേരളത്തെ സംഘപരിവാറിനെ അടിയറവ് വെച്ചു കൊള്ളാം എന്നുള്ള സതീശന്റെയും മോഡിയുടെയും ധാരണ അത് ചുരുട്ടിക്കുട്ടി കയ്യിൽ വച്ചാൽ മതിയെന്നും തോമസ് ഐസക് പറഞ്ഞു. കേരളം ഇതുവരെ കാണാത്ത പ്രതിഷേധമാണ് ഇനി കാണാൻ പോകുന്നത്. പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും മികച്ച അഡ്മിനിസ്ട്രേറ്ററും കേരളം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരിയും നവകേരളത്തിലേക്ക് നയിച്ച രാഷ്ട്രീയ നേതാവുമാണ്. അദ്ദേഹത്തെ വേട്ടയാടാൻ കേരളം സമ്മതിക്കില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചോദ്യം ചോദിച്ചതിന് 5 തവണ ED റെയ്ഡിൽ മറുപടി പറയാതെ മുഖ്യമന്ത്രി. CMRL എക്സാജോലിക് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലുണ്ടായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ. ബുധനാഴ്ച രാവിലെ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി കേരളത്തിലും കർണാടകയിലുമായി 10ഓളം കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് നടന്നതു സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. ഡൽഹി സന്ദർശനത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങാനായി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തോട് റെയ്ഡ് വിഷയത്തിൽ പ്രതികരണം തേടിയെങ്കിലും മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. ബുധനാഴ്ച 5 തവണ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയപ്പോഴും കേരളത്തിന്റെ റെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. പിണറായി വിജയന്റെ വസതിയിലുണ്ടായ ED റെയ്ഡ് ഡൽഹി കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് CPM നേതാക്കൾ ആരോപിച്ചിട്ടുണ്ട്. പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ദേശീയ നേതാക്കൾ മുൻപ് പരസ്യമായി ചോദിച്ചതിലെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് ഈ നടപടികളിലൂടെ വ്യക്തമാക്കുന്നതെന്നും ഇതിന് പിന്നിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢലക്ഷ്യമുണ്ടെന്നും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ആരോപിച്ചു. കേരളത്തിൽ നാളെ ബലിപെരുന്നാൾ. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണ പുതുക്കി കേരളം വ്യാഴാഴ്ച ബലിപെരുന്നാൾ ആഘോഷിക്കും. പതിവ് പോലെ പള്ളികൾക്ക് പുറമെ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടക്കും. ഇമാമുമാർ നേതൃത്വം നൽകും. ബക്രീദിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് 2 ദിവസം അവധി പ്രഖ്യാപിച്ചിരുന്നു. നാളെയും അവധിയാണ്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരുന്നു. 27-നാണ് നേരത്തെ പെരുന്നാൾ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സംസ്ഥാനത്ത് മാസപ്പിറവി ദൃശ്യമാകാത്തതിൽ കേരളത്തിൽ ബലിപെരുന്നാൾ 28-ന് ആഘോഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ബക്രീദ് ആശംസകൾ നേർന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ത്യാഗത്തിന്റെയും സമത്വത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമാണ് ബക്രീദ് ഹജ്ജ് കർമ്മവും നൽകുന്നത്. സഹജീവികളുടെ പ്രയാസങ്ങളിൽ ഒപ്പം നിൽക്കാനും ഉള്ളവർ ഇല്ലാത്തവരുമായി പങ്കുവെക്കാനും പ്രേരിപ്പിക്കുന്ന മാനവികതയും ബക്രീദ് ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് ഇദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ജനങ്ങളിൽ കൂടുതൽ ഐക്യ സൗഹൃദവും അർപ്പണ മനോഭാവവും ഉണ്ടാകാൻ ഈദിന്റെ സന്ദേശം ഉപകരിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജാതി മത ഭേദമന്യേ മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യവും പരസ്പര സ്നേഹവും കൂടുതൽ ദൃഢമാക്കാൻ ഈ പെരുന്നാൾ കാലത്തിന് സാധിക്കട്ടെ എന്നും വിഭാഗീയതയുടെയും വിദ്വേഷങ്ങളുടെയും ഇരുളിനെ മാറ്റി നിർത്തി സമാധാനവും ഐക്യവും നിറഞ്ഞ ഒരു സമൂഹത്തിനായി നമുക്ക് ഒന്നിച്ചു നിൽക്കാമെന്നും പിണറായി വിജയൻ ആഹ്വാനം ചെയ്തു. ട്രെയിനിൽ വിൽക്കാനുള്ള ഭക്ഷണത്തിന് മുകളിൽ കാലുവെച്ച് കച്ചവടക്കാരൻ, വീഡിയോ വൈറൽ. ഇന്ത്യയിലെ ട്രെയിനുകളിൽ വിൽപ്പന നടത്തുന്ന ഭക്ഷണത്തെക്കുറിച്ച് പണ്ടുമുതലേ പലവിധ ആരോപണങ്ങളുണ്ട്. നേരത്തെയുള്ളതിനേക്കാൾ ഭേദമായെങ്കിലും റെയിൽവേയിലെ ഭക്ഷണത്തെക്കുറിച്ചുള്ള പരാതികൾ പലപ്പോഴും ഉയരുകയും അവ വാർത്തയാകാറുമുണ്ട്. ഇപ്പോഴിതാ ട്രെയിനിൽ വിൽക്കാനുള്ള ഭക്ഷണത്തിന്റെ ഞെട്ടിക്കുന്ന വീഡിയോ ആണ് വൈറലാകുന്നത്. ട്രെയിനിൽ വിൽക്കാനായി വെച്ച സമൂസകൾക്ക് മേലെ കാല് വെച്ചിരിക്കുന്ന കച്ചവടക്കാരാണ് വീഡിയോയിലുള്ളത്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലെ വാതിലിന് അടുത്തായി നിലത്താണ് ഇയാൾ ഇരിക്കുന്നത്. മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ഇയാൾ സമൂസയിൽ കാല് വെച്ചിരിക്കുന്നത്. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇതോടെ ട്രെയിനുകൾ ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ ശുചിത്വം സംബന്ധിച്ച ആശങ്ക വീണ്ടും ചർച്ചയാകുകയാണ്.
അതേസമയം ഈ സംഭവം ഏത് ട്രെയിനിൽ നിന്നോ പകർത്തിയാണെന്നോ ആരാണ് വീഡിയോയിലുള്ള കച്ചവടക്കാരനെന്നോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല.